എല്ലാവരും എൻ്റെ ചാനൽ ബാനർ ശ്രദ്ധിച്ച് കാണുമല്ലോ. സോ ആ ബാനറിൽ ഞാനുമായി ബന്ധമുള്ള എന്തൊക്കെയോ ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. സോ നമുക്കത് മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി ഞാൻ കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിലും അവൻ്റെ ചാനലിൽ അതിൻ്റെ റിയൽ ബ്രേക്ക് ഡൗൺ വരുന്നതായിരിക്കും. സോ അതൊന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതിയാകും. ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എൻ്റെ കൂട്ടുകാരൻ ഒരു ബാനർ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. ആ ബാനറിനകത്ത് ഞാൻ ഒരു 5 ഹിഡൻ ഡീറ്റെയിൽസ് ഇട്ടായിരുന്നു. അത് അവൻ്റെ അടുത്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞൊരു ചാലഞ്ച് കൊടുത്തായിരുന്നു. അവനിക്ക് പറ്റുന്ന അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ. ഈ ബാനറിനകത്ത് 5 ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ 4 എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 2 എണ്ണമാണ് ശരി. ആ 2 എണ്ണം കണ്ടുപിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച ഡീറ്റെയിൽ തന്നെയാണ് അവൻ ആദ്യം കണ്ടുപിടിച്ചത്. ഇവൻ ഫസ്റ്റ് ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതിനുള്ള മറുപടി ഞാനിപ്പോൾ പറയാം. ഈ ചോദ്യം നിന്നോടറിയാം. നീ ഈ വീഡിയോ കാണുന്നോണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. സോ നീ എന്തിനാണ് ഈ യുവ2നെയും അണ്ടർ റേറ്റഡ് ആയി കിടന്ന ഇലക്ട്രയെയും പണിഷറിനെയും റിഡംഷൻ കിട്ടിയ ഇലക്ട്രോയെയും 2 പടത്തിൽ മാത്രം വന്നിട്ടുള്ള ക്വിക്സിൽവറിനെയും ഈ ബാനറിൽ ഞാനുമായി കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആഡ് ചെയ്തത്? ഇതിനുള്ള ഉത്തരം അടുത്ത നിമിഷം തന്നെ ഇവൻ്റെ വീഡിയോയിൽ അവൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത ബാനർ. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് തരാം. ഇനി 5, 4, 3, 2, 1 എന്നീ ഓർഡറുകളിൽ എൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. നമ്പർ 5, നിങ്ങൾ ആ ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് കാണുമല്ലോ. അതൊരു ബ്രിഡ്ജാണ്. ഗൂഗിളിൽ കയറിയിട്ട് ബ്രൂക്ലിൻ സിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്നൊരു ഇമേജാണ് ഈ ബ്രിഡ്ജ്. അതായത് ബ്രൂക്ലിൻ സിറ്റി തന്നെയാണ്. ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഋത്തിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ക്യാപ്റ്റൻ അമേരിക്ക. ഈ ക്യാരക്ടറിനെ ഈ ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാരണം അവസാനത്തെ ഡീറ്റെയിൽ പറയുമ്പോൾ മനസ്സിലാവും. ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് ബ്രൂക്ലിൻ ബോയ് എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ അമേരിക്കയെ ബ്രൂക്ലിൻ സിറ്റിയുടെ ഇമേജ് കൊണ്ട് ഫോർഷാഡോ ചെയ്തത്. വെറും ഒരു പാലം കൊണ്ട് മാത്രം ഒരാളെ ഫോർഷാഡോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിൽ നിന്നാണ് ഡീറ്റെയിൽ നമ്പർ 4 വരുന്നത്. അതാണ് അയൺമാൻ്റെ തലയുടെ ബാക്കിൽ കാണുന്ന എർത്ത് 616. എർത്ത് 616 എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഭൂമിയുടെ പടം ഒപ്പാസിറ്റി കുറച്ചിട്ട് 616 എന്ന് എഴുതിയത്. എന്നിട്ടും അവനത് വീഡിയോയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രൂക്ലിൻ സിറ്റിയിൽ നിന്നാണെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. പക്ഷേ ബ്രൂക്ലിൻ സിറ്റിയുടെ ബ്രിഡ്ജ് കൊടുക്കുന്നത് കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്കയെ മാത്രം ഫോർഷാഡോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ കയറി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കി, എനി അതർ സൂപ്പർ ഹീറോസ് ഹു ലീവ് ഇൻ ബ്രൂക്ലിൻ സിറ്റി. അപ്പോൾ വന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റിസൾട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് 616 എന്നാണ്. അതായത് ബ്രൂക്ലിൻ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോമിക്കാണ് ഇതിനകത്ത് വന്നത്. ഈ റിസൾട്ടിൽ വന്നത് മാർവൽ ഡേറ്റാബേസിൻ്റെ ബ്രൂക്ലിൻ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ കോമിക്സാണ് ഇതിനകത്ത് വന്നത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഋത്തിക്കിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് MCU ബിയോണ്ട് വേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എർത്ത് 616ലും MCU 19999നുമാണ്. പക്ഷേ ഇവൻ എന്തിനാ ഇപ്പോൾ ഞാനുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് എർത്ത് 616 ഇട്ടതെന്ന് സത്യമായിട്ടും അറിയത്തില്ല. ഈ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് കാരണമാണ് ഞാൻ എർത്ത് 616 എന്ന് ഇടാനുള്ള കാരണം. അതായത് ബ്രൂക്ലിൻ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന കോമിക്കിൻ്റെ റിയാലിറ്റി എർത്ത് 616ലാണ്. പിന്നെ ബ്രൂക്ലിൻ അവഞ്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം ക്യാപ്റ്റൻ അമേരിക്കയെ ബ്രൂക്ലിൻ ബോയ് എന്നറിയപ്പെടുന്നത് കൊണ്ടാണ്. പിന്നെ എന്തിനാണ് അത് അയൺമാൻ്റെ തലയുടെ മണ്ടയിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഞാൻ സെർച്ച് ചെയ്ത ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയ ലിസ്റ്റിനകത്ത് അയൺമാനും ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ അയൺമാൻ ഉള്ളത് കൊണ്ടാണ് അയൺമാൻ്റെ തലയുടെ മണ്ടയിൽ എർത്ത് 616 കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഡീറ്റെയിൽ നമ്പർ 3, ക്യാരക്ടേഴ്സ് നിൽക്കുന്ന പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ പാറ്റേൺ ആണ് അടുത്ത ഹിഡൻ ഡീറ്റെയിൽ. അതായത് അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോക്കിമോനാണ് സെക്രോം സ്റ്റുഡിയോസ് എന്ന് എഴുതിയിരിക്കുന്നതിനകത്തുള്ള സെക്രോം. അതുകൊണ്ടാണ് മാർവൽ സ്റ്റുഡിയോസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സെക്രോം സ്റ്റുഡിയോസ് എന്നാക്കി. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു ഫോർഷാഡോയും കൊടുത്തതുപോലെ എന്തുകൊണ്ട് സെക്രോമിന്, അതായത് ആ പോക്കിമോണിന് ഒരു ഫോർഷാഡോയും കൊണ്ടുവന്നൂടാ എന്നുള്ളൊരു ഉദ്ദേശമാണ്
ഈ പാറ്റേണിലോട്ട് നയിച്ചത്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വി രൂപത്തിലാണ് ആ പാറ്റേൺ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ക്യാരക്ടേഴ്സ് നിൽക്കുന്ന പാറ്റേൺ. അതായത് സെക്രോം എന്ന് പറഞ്ഞ പോക്കിമോൺ ജനറേഷൻ 5, അതായത് 5 റോമൻ ന്യൂമറിൽ എഴുതുമ്പോൾ വി എന്നാണ് എഴുതുന്നത്. അതാണ് അവിടെ ഫോർഷാഡോ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തപ്പോഴും ഋത്തിക് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്ന ഇൻഫിനിറ്റി വേ ഓഫ് എവരിത്തിങ്, അതായത് അവൻ്റെ ചാനലിൻ്റെ മെയിൻ കോട്ട് ഞാൻ ഇടാൻ മറന്നുപോയി. അതിന് സോറി, ഞാനത് മറന്നുപോയതാണ്. എന്ന് വെച്ചാൽ അതിനെക്കാട്ടി എന്തുകൊണ്ടോ സെക്രോം സ്റ്റുഡിയോസ് ഇത്തിരി യോജിച്ചതായിട്ട് എനിക്ക് തോന്നി. ഇൻഫിനിറ്റി വേ ഓഫ് എവരിത്തിങ് ഇതിനകത്ത് ഇത്ര വലിച്ചു നീട്ടി എഴുതാനുള്ള സ്പേസും ഇല്ലായിരുന്നു. അതുമല്ല, ഇതിനകത്തുള്ള വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്രോം സ്റ്റുഡിയോസ് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിനകത്തുള്ള ഹിഡൻ ഡീറ്റെയിൽസാണ്. കൺമുമ്പിലുണ്ട് എന്നാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചെക്കൻ 2 എണ്ണം കണ്ടുപിടിച്ചു. അതിന് ചെറിയൊരു വിഷമമുണ്ട്, ഫസ്റ്റ് ഡീറ്റെയിൽ കണ്ടുപിടിച്ചതിന്. അപ്പം നമുക്ക് അടുത്ത ഡീറ്റെയിൽ നമ്പർ 2ലേക്ക് പോകാം. ഇനി പറയാൻ പോകുന്ന 2 ഡീറ്റെയിലാണ് നമ്മളെ ഋത്തിക് കണ്ടുപിടിച്ചത്, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്തത്. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ചെയ്തത്, അതായത് ഞാനിപ്പോൾ പറയുന്ന ഓർഡർ 5 4 3 2 1 എന്നുള്ള ഓർഡറാണ്. അപ്പം രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ ഹിഡൻ ഡീറ്റെയിലാണ് ഞാൻ മെയിനായിട്ട്, അത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത ഡീറ്റെയിൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഞാൻ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആ 1ാം സ്ഥാനം കൊടുത്ത സാധനം തന്നെ അവൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാനുള്ള കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഓർഡർ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. ആ കാണിച്ചത് കൊണ്ടാണ് അവൻ ആ ഫസ്റ്റ് ഡീറ്റെയിൽ കണ്ടുപിടിച്ചത്. അത് പറയുന്നതിന് മുമ്പേ എന്തായാലും സെക്കൻഡ് ഡീറ്റെയിൽ പറയാം. സെക്കൻഡ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാനറിൻ്റെ ഏറ്റവും ടോപ്പിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറേ നമ്പർ എഴുതിയിട്ടുണ്ട്. ഏകദേശം 50 സെറ്റ് നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എബൌട്ടാണ്, അവൻ്റെ ചാനലിൻ്റെ എബൌട്ടാണ്. ഈ നമ്പർ ഓരോന്നും സൂചിപ്പിക്കുന്നത് ആൽഫബറ്റ്സിലെ ഓരോ അക്ഷരങ്ങളെയാണ്. അതായത് ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 1ഉം 26-ന് ടോപ്പിലോട്ടില്ല. അതായത് 1 എന്ന് പറഞ്ഞാൽ എയും 2 എന്ന് പറഞ്ഞാൽ ബിയും, അങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും 3 സി ആവും. അങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെ എണ്ണമാണ് മണ്ടയിൽ എഴുതിയിരിക്കുന്നത്. ആ അക്ഷരങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ അവൻ്റെ എബൌട്ടിലുള്ള 7 ജോൺറയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയാണ് 1ാമത്തെ ഹിഡൻ ഡീറ്റെയിൽ. അതും അവൻ കണ്ടുപിടിച്ചു. അതാണ് ഇതിനകത്തുള്ള മെയിൻ ഡീറ്റെയിൽ. അതായത് ഈ 10 ക്യാരക്ടേഴ്സിനെ നിങ്ങൾ കണ്ടല്ലോ, 10 എന്നുള്ള എണ്ണം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ്റെ ചാനലിൻ്റെ പേര് റിപ്പബ്ലിക് ക്യൂ എന്നാണ്. ബൈ ഋത്തിക് എന്നുള്ളത് അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ക്യൂ ചാനലിനെയാണ് ഈ 10 ക്യാരക്ടേഴ്സിൽ ഫോർഷാഡോ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ അവരുടെയൊക്കെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഈ 10 ക്യാരക്ടേഴ്സിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഞാൻ ഈ ഡീറ്റെയിലൂടെ, ഈ ഹിഡൻ ഡീറ്റെയിലൂടെ ഫോർഷാഡോ ചെയ്തത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡീറ്റെയിൽ. അതെങ്ങനെ ശരിയാവും? ഞാൻ 5 ഡീറ്റെയിൽ എന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇതിനകത്ത് 6 എണ്ണം ഉണ്ട്. അതിനെ 5 എണ്ണത്തിൽ, അതായത് 5 എണ്ണമായി ചുരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6ാമത്തതും ഋത്തിക് കണ്ടുപിടിച്ചതാണ്. പക്ഷേ അവനത് പറഞ്ഞായിരുന്നു ഇത്തിരി സസ്പീഷ്യസ് ആണെന്ന്. കളൻ്റെ ചെസ്റ്റിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. യെസ്, അതാണ് ഞാൻ ഈ ബാനറിനകത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആഡ് ചെയ്ത ഹിഡൻ ഡീറ്റെയിൽ. പക്ഷേ അത് ഞാൻ ഈ 5 എണ്ണത്തിൽ ഉൾപ്പെടുത്താത്തത് എന്ന് പറഞ്ഞാൽ അതിന് ഈ ചാനലുമായിട്ടോ അല്ലെങ്കിൽ കോമിക്സുമായിട്ടോ അല്ലെങ്കിൽ ഈ ഫിക്ഷണൽ ക്യാരക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഫിക്ഷനുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഇത്തിരി പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യമാണ്. അതായത് അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ലെറ്റേഴ്സാണ് NG. അപ്പം G അവൻ കണ്ടില്ല. G കാണാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എലക്ട്രയുടെ ബാക്കിലായിട്ട്, അതായത് മുതുകിൻ്റെ ഭാഗത്തായിട്ടാണ് G ഞാൻ വെച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയും കൂടെ. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times. സോ എൻ്റെ ബ്രേക്ക് ഡൗൺ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ.